ഇതിന്റെ ഫ്ലീറ്റിന് ഉദ്ദേശിക്കുന്നത് ബോക്സ് ഫ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേലിലൊരു ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ അടിയിലെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ബ്ലൗസിന്റെ ബോർഡർ പോലെ തന്നെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അത് സൈഡിൽ കൂടെയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത്. സിബാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡർ പോലെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് പ്ലസ് ലാച്ച, അങ്ങനെ ലോങ് ബ്ലൗസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നിട്ട് നോക്കാം. ഇതിന് പറയുമ്പോൾ ഒരു ലോങ് സ്ലീവ് ലാച്ച ബ്ലൗസ് ആണ്. അപ്പോൾ ഇതിന്റെ കട്ടിങ്ങിന് പറയുമ്പോൾ ഒരു പ്രിൻസസ് കട്ടിങ് ആണ് ഇതിന്റെ വരുന്നത്. ഇതിന്റെ സ്ലീവിന് പറയുമ്പോൾ ലോങ് സ്ലീവ് ആണ്. ലോങ് സ്ലീവ് എന്ന് പറയുമ്പോൾ ഫുൾ സ്ലീവ് ആണ്. നമ്മുടെ ഫുൾ കൈയുടെ ഫുൾ സ്ലീവ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ നെക്കിന് പറയുമ്പോൾ ബോട്ട് നെക്കാണ്. പിന്നെ ബാക്കിൽ ബോട്ട് നെക്ക്, ഫ്രണ്ടും ബാക്കും ബോട്ട് നെക്കാണ്. ഇതിന്റെ ഓപ്പൺ എന്ന് ഉദ്ദേശിക്കുന്നത് സൈഡിൽ കൂടിയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത്. സൈഡിൽ ഇത് സിബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് കളിയുമ്പോൾ ഒരു അടിപൊളി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇതിന്റെ സൈഡിൽ കൂടെയാണ് ഇതിന്റെ സിബ് കൊടുത്തിരിക്കുന്നത്. ഇടുമ്പോൾ ഒരു അടിപൊളി ഫീൽ കിട്ടും. ലോങ് സ്ലീവ് ആണ്. ലോങ് സ്ലീവ് പ്രിൻസസ് കട്ടിങ്. ഇതിന്റെ സ്കേർട്ടിന് പറയുമ്പോൾ ലോങ് സ്കേർട്ടാണ്. ഇതാണ് അതിന്റെ ലോങ് സ്കേർട്ട്. ഇത് ഒരു അടിപൊളി ഫീൽ കിട്ടും. ഇതിന്റെ ഫ്ലീറ്റിന് ഉദ്ദേശിക്കുന്നത് ബോക്സ് ഫ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് ഫ്ലീറ്റ് ഇതുണ്ട്, ഇങ്ങനെ ഫുൾ ആയിട്ട് ബോക്സ് ഫ്ലീറ്റ് ആയിട്ട് ഇതിന്റെ നടുക്ക് ഇങ്ങനെ ക്യാപ്പ് ഉണ്ട്. ഫുൾ ബോക്സ് ഫ്ലീറ്റ് ആണ്. ഇതിന് പറയുമ്പോൾ സൈഡിലാണ് ഹുക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺസ് ഇങ്ങനെ ക്ലിപ്പ് നമുക്ക് ചുമ്മാ ഒരു എളുപ്പത്തിന് വേണ്ടി ഇടാനുള്ള രീതിയിൽ അങ്ങനെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിവശം പറഞ്ഞാൽ നല്ല ലോങ് ആണ്. പിന്നെ അടിയിൽ ഒരു കസവ് ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും ലൈനിങ്, ഇന്നർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ വേറൊരു രീതിയിൽ ഡിസൈൻ ചെയ്ത ബ്ലൗസും ബ്ലൗസിന്റെ മോഡലും ഇതിന്റെ സ്റ്റൈലിന് പറയുമ്പോൾ സെയിം അതുപോലെ തന്നെ ഒരു പ്രിൻസസ് കട്ടിങ് ബ്ലൗസ് ആണ്. ഇത് സിൽക്ക് മെറ്റീരിയൽ. പിന്നെ ഇതിന്റെയും അതുപോലെ തന്നെയാണ് സിബ് സൈഡ് കൂടെയാണ് വരുന്നത്. ഓപ്പണ് ഫ്രണ്ടിലും ബാക്കിലും. ഇതിന്റെ ബാക്കിൽ എന്ന് പറയുമ്പോൾ റൗണ്ട് നെക്ക്, ഫ്രണ്ട് വി നെക്കാണ് വരുന്നത്. പിന്നെ പ്രിൻസസ് കട്ടിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. സിബ് സൈഡിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് വെച്ചാൽ ഫ്രണ്ടും ബാക്കും നല്ലൊരു ഫിനിഷിങ്ങിൽ കിടക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്ലീവിന് പറയുമ്പോൾ പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് പഫ്. മേളിലും ഇവിടെ അടിഭാഗത്ത് ഇവിടെയും പഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ വലിയ ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു അടിപൊളി ഫീൽ കിട്ടും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്കേർട്ടിന് പറയുമ്പോൾ സെയിം അതുപോലെ തന്നെയാണ്. സെയിം കളറാണ്. പ്ലസ് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത്. മേലിലൊരു ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ അടിയിലെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ബ്ലൗസിന്റെ ബോർഡർ പോലെ തന്നെ അടിയിലും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിന്റെ തന്നെ വേറെ കളർ എന്ന് പറയുമ്പോൾ സെയിം മോഡൽ തന്നെ വേറൊരു കളറാണ് ഇത്. ഇത് സെയിം ഫ്രണ്ട് വീനെക്കാണ്. ഫുള്ള് വീനെക്ക്. സ്ലീവ് അതുപോലെ തന്നെയാണ്. പഫ് സ്ലീവ് ആണ്. പഫ് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മേലിൽ ഇങ്ങനെ പഫ് ഉണ്ട്. ഇതിന്റെ അടിയിലും ഇങ്ങനെ പഫ് ഉണ്ട്. അറ്റത്ത് ഫുള്ള് ബോർഡർ ഉണ്ട്. ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് ഫുള്ളായിട്ട്. ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ഫീൽ കിട്ടും. അപ്പോൾ സ്ലീവിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അതുപോലെ തന്നെയാണ് സിബ് ഓപ്പൺ സൈഡിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് ഫ്രണ്ട് വി നെക്ക്, ബാക്കിൽ ബോട്ട് നെക്ക, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കൂടെയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത്. സിബാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട്. സെയിം വേറൊരു കളർ, ഒരു യെല്ലോ കളറും കൂടെ ഉണ്ട്. ഇത് തന്നെ സെയിം മോഡൽ, സെയിം പാറ്റേൺസ്, പ്രിൻസസ് കട്ടിങ്, വി നെക്ക്, സൈഡ് ഓപ്പൺ, പഫ് സ്ലീവ്. ഓക്കെ, അതിന്റെ തന്നെ സ്കേർട്ടാണ്. ഒരു അടിപൊളി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ചുരിദാറിന്റെ വർണ്ണം കൂടെ നോക്കാം. ഒരു പാറ്റേൺ ചുരിദാർ, ചുമ്മാ നോർമൽ ചുരിദാറാണ്. അതിന്റെ സിമ്പിൾ പാറ്റേൺ ഇതുണ്ട്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ചുരിദാറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് നെക്കിൻ്റെ ഒരു ചെറിയ ഒരു ഫാഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സൈഡിൽ ബട്ടൺസ് കുറേ അങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കുർബാനയ്ക്ക് വേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്ത ബ്ലേസറാണ്. ഇതിൻ്റെ നമ്മൾ ഏത് തരത്തിലുള്ള ഡിസൈനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലേസറിൽ ഒരുപാട് ഫാഷൻ ഉണ്ട്, ഒരുപാട് ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമ്മുടെയിലും വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കും. ഏത് ടൈപ്പിൽ ബ്ലേസർ വേണമെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇതിന് ഒരു എലഗന്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്ലേസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറാണ്. പ്ലസ് 2 ബട്ടൺസ് ആണ്. 2 പോക്കറ്റ് ഉണ്ട്. പിന്നെ മേലിൽ ഒരു പോക്കറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കമന്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ 100% ഉറപ്പ് തരാം. ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത്രയും പെട്ടെന്ന് സംഭവം കിട്ടണമെന്നുണ്ടെങ്കിലും എൽ ജി ടൈലേഴ്സ് അല്ലേ, ഉറപ്പായിട്ടും എൽ ജി ടൈലേഴ്സ് നോക്കുക. നമ്മുടെ കോട്ടയത്ത് ഇവിടെ തന്നെ ആര് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം. എനിക്ക് ഇങ്ങനെ ഒരു റെഫറൻസ് കിട്ടിയതാ സംഭവം. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്.